നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾ സ്കൂട്ടി ഉണ്ട്, ലൈസൻസും ഉണ്ട്, അതുപോലെ പേടി കാരണം നിങ്ങൾ ഇതുവരെ എടുത്തിട്ടില്ല. അപ്പം പേടിയാണ് മെയിനായിട്ടുള്ള പ്രശ്നം, ഇപ്പം വീഴുമെന്നുള്ള പേടി. അപ്പോൾ ഇങ്ങനെയുള്ളതാണ് നിങ്ങൾ. അതായത് ഞാനിത് പറയാനുള്ള കാരണം, ഞാൻ കാറിന് പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രാക്ടീസ് കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഇതുവരെ പറഞ്ഞു ഇതിൻ്റെ സ്കൂട്ടിയുടെ ലൈസൻസും ഉണ്ട്, വണ്ടിയും ഉണ്ട്, പക്ഷേ പേടി കാരണം ഇതുവരെ പിന്നെ തൊട്ടിട്ടില്ല. അപ്പം അതെങ്ങനെയാണ് അതിൻ്റെ ടിപ്സ് പറയാമെന്ന് ചോദിച്ചാൽ, അപ്പോൾ ഇന്ന കാര്യങ്ങൾ ഇന്ന പോലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓടിക്കാൻ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതുപോലെ മെസ്സേജ് വന്നു, ഞാനിപ്പോൾ വണ്ടി ഓടിക്കുന്നുണ്ട്, പേടി മാറി, ഇതിപ്പോൾ നല്ല രീതിയിൽ സ്കൂട്ടി ഓടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾക്കും ഇതുപോലെ വീഴുമെന്നുള്ള പേടി കാരണം നിങ്ങൾക്ക് ലൈസൻസ് കൊണ്ട് വണ്ടിയും കൊണ്ട് ഓടിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ നിങ്ങളും ഇന്ന് മുതൽ നിങ്ങൾ ഓടിച്ചു തുടങ്ങും, വണ്ടി ഓടിക്കാൻ പറ്റും. ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാം, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതായത് സ്കൂട്ടി എങ്ങനെയാണ് വീഴാതെ, ഭയം കൂടാതെ, പേടി കൂടാതെ എങ്ങനെയാണ് ഓടിക്കാൻ പഠിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞു തരുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല ഗ്രൗണ്ടുകളിൽ, പ്ലെയിനായ സ്ഥലങ്ങളിൽ വാഹനം കൊണ്ട് പോയി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ആദ്യമേ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് കണ്ടില്ലേ, നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ വണ്ടിയിൽ പിടിച്ചുകൊണ്ട്, കാരണം പല വണ്ടിക്കും പല ബെയ്റ്റുകളാണ്. അപ്പം ഈ കാരണം എന്താ വെച്ചാൽ ചിലർക്ക് നീളം കിട്ടത്തില്ല, അത് കാരണം ഈ വണ്ടിയുടെ വെയിറ്റ് കാരണം എന്ത് ചെയ്യും, നമുക്ക് താങ്ങാൻ പറ്റാതെ വരും. അതുകൊണ്ട് ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മുടെ കൈ സാധനം നിൽക്കത്തില്ല. പക്ഷെ നമുക്ക് ഇതിനകത്തിൽ ആരോഗ്യമോ ബലമോ നീളമോ അല്ല ഇതിനകത്തിൽ പ്രശ്നം വരുന്നത്. അത് നിങ്ങൾക്ക് ബാലൻസ് ആയി വരുന്നവരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. കാരണം വണ്ടി ഓടിക്കുന്നവർ എല്ലാവരും നീളമുള്ളവർ മാത്രമല്ല വണ്ടി ഓടിക്കുന്നത്, എല്ലാവരും ഓടിക്കുന്നുണ്ട്. അപ്പം അവർ ഓടിക്കുന്ന വണ്ടികൾ പല പല വെയിറ്റുകളുള്ള വണ്ടികളാണ്. അപ്പം അത് ബാലൻസ് വരുന്നതനുസരിച്ച് എന്ത് ചെയ്യും, നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. അപ്പം നമുക്ക് ബാലൻസ് ഇല്ലാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, വീഴാൻ പോകുന്നത് കൊണ്ട് തോന്നുന്നതും, അതുപോലെ നീളം കുറവാണെന്ന് തോന്നുന്നതും, ചെറിയ വാഹനം ഇപ്പം പലരും പറഞ്ഞ ജൂപ്പിറ്റർ എടുത്താൽ മതി, അപ്പോൾ അതാകുമ്പോൾ എത്തും എന്നൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഇതൊന്നുമില്ല. നമുക്ക് എത്ര പൊക്കമുള്ളതാണെങ്കിലും എത്രയാണെന്ന് പറഞ്ഞാലും നമുക്കത് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് സ്കൂട്ടി ഓടിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ സ്കൂട്ടി പറ്റുന്ന ചെയ്യുക. അതാണ്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് നടക്കുക. അത് കണ്ട ഈ ഒരു രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് നടക്കുക, നമ്മുടെ സൈഡിലോട്ട് ചരിച്ച് വെച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് നടക്കുക. അപ്പം ഈ മുന്നോട്ട് നടക്കുന്ന സമയത്ത് എന്ത് ചെയ്ത്, ഇങ്ങനെ നിങ്ങൾ അങ്ങോട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഒരിക്കലും ചെയ്യരുത്, ഇങ്ങോട്ട് പ്രസ് ചെയ്യുക. അത് കണ്ടില്ലേ, ഈ രീതിയിൽ ഇങ്ങോട്ട് നമ്മൾ ചരിച്ച് പിടിക്കുക, നമ്മുടെ കൈവാട്ടം ഇങ്ങോട്ട് ചരിച്ച് പിടിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് നടക്കുക. ഇങ്ങനെ കുറേ മുന്നോട്ട് നടന്ന് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യും, ഈ വണ്ടി ബാലൻസ് ആകും. ഈ ബാലൻസ് ആയി കഴിയുമ്പോഴെന്ത് ചെയ്യണം, നിങ്ങൾ എന്ത് ചെയ്യണം, ഈ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ, അതായത് അങ്ങോട്ടും പോകാതെ ഇങ്ങോട്ടും പോകാത്ത രീതിയിൽ ഇങ്ങനെ എന്ത് ചെയ്യാം വെച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ തെള്ളുക. ഇത് കണ്ടില്ല, നമുക്ക് നിസ്സാരമായിട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. കണ്ട ഇങ്ങനെ കുറേ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ഇതൊരു ബാലൻസ് ആകും. ഈ ബാലൻസ് ആയി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ നല്ല സ്ലോപ്പായ സ്ഥലത്ത്, അതായത് സ്ലോപ്പായ സ്ഥലത്ത് ഇതുകൊണ്ട് വണ്ടി ഓഫ് ചെയ്ത് തന്നെ എന്ത് ചെയ്യുക, ഈ രണ്ട് സൈഡിലെയും കാലിങ്ങനെ രീതിയിൽ കുത്തിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് വിടുക. അതുകൊണ്ട് ഇങ്ങനെ രണ്ട് കാലും തുഴഞ്ഞ് എന്ത് ചെയ്യുക, മുന്നോട്ട് വിടുക. ചെറിയൊരു ഇറക്കത്തെ ഞാൻ കാണിച്ചു തരാം. വേണ്ട, ഈ ഒരു രീതിയിൽ ഇങ്ങനെ ചെയ്യുക. വേണ്ട, ഈ ഒരു രീതിയിൽ. അപ്പം ഇങ്ങോട്ട് മറിഞ്ഞു പോരുത്, ഇങ്ങോട്ട് പോരുത്. രണ്ട് കാലം ഈ ഒരു രീതിയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ കണ്ട ഇങ്ങനെ കിട്ടും, വണ്ടി ഓഫ് ചെയ്തുകൊണ്ട്. അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് നേരം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ബാലൻസ് ആകുമ്പോൾ നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യരുത്, നിങ്ങൾ ഇങ്ങോട്ട് ഒരു സൈഡിലോട്ട് ചരിക്കരുത്. കാരണം ഇങ്ങനെ നീളമില്ലെന്നുകൊണ്ട് ഇങ്ങനെ ചരിക്കരുത്. നമുക്ക് ഇങ്ങനെ തന്നെ ഇങ്ങോട്ട് വരുന്ന കൂട്ടത്തിൽ ഇങ്ങനെ പൊക്കി വിടുക. ഇങ്ങനെ വിട്ട് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ഈ വണ്ടി ഇങ്ങനെ നിൽക്കും. കണ്ടില്ലേ, കണ്ടാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ നിൽക്കും. അപ്പം ഇങ്ങനെ നിന്ന് കഴിയുമ്പോൾ നമുക്ക് ആ ഉരുണ്ടൂടെ കിട്ടി കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ കയ്യിൽ ബാലൻസ് ആയി കിട്ടും. അതിനുശേഷം പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പിന്നെ ഒരു കാരണവശാലും ഇത്രയും ബാലൻസ് ആയതുകൊണ്ട് നിങ്ങൾ റോഡിലേക്ക് ഇറങ്ങാൻ നിൽക്കരുത്. ഞാൻ പറയുന്നത് പോലെ തന്നെ അത് പ്ലെയിനായ സ്ഥലങ്ങളിൽ, അതുപോലെ പ്ലെയിനായ വണ്ടികളൊന്നും ഇല്ലാത്ത നല്ല പ്ലെയിനായ ഗ്രൗണ്ടുകളാക്കണം ഏറ്റവും നല്ലത്. പ്ലെയിനായ സ്ഥലങ്ങളിൽ ചെന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം സ്വല്പം ആക്സിലേറ്റർ കൊടുത്തുകൊണ്ട്, ഇത് കണ്ടില്ലേ, സ്വല്പം ആക്സിലേറ്റർ, കൂടുതലായി പോരെ. കാരണം നമുക്കിങ്ങനെ പല വണ്ടിക്കും ഈ പവർ കാരണം എന്ത് ചെയ്യും, നമ്മൾ കൈ കൊടുക്കുമ്പോഴേ ഭയങ്കര സ്പീഡായിരിക്കും. ഇപ്പോൾ ഇത് കാണുമ്പോഴാണ് നിങ്ങൾക്ക് പേടി വരുന്നത്. അപ്പം നമുക്ക് കൈ കൊടുക്കുന്നതെല്ലാം നമുക്ക് തന്നെ മനസ്സിലാക്കണം. കാരണം എന്താ, ഒരു പേപ്പർ കൊടുത്തു, രണ്ട് പേപ്പർ കൊടുത്തു, ഇതിൽ കൂടുതൽ എന്ത് ചെയ്യരുത്, നിങ്ങൾ വണ്ടി ഓടിക്കുമ്പം നിങ്ങൾ കൊടുക്കരുത്. അപ്പം അതിൽ കൂടുതൽ കുറഞ്ഞും പോരാ. നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, വണ്ടി ഇങ്ങനെ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ നിന്ന് കഴിയുമ്പം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ചെറുതായിട്ട് ആക്സിലേറ്ററിൽ എന്ത് ചെയ്യും, വണ്ടി നമുക്ക് ബാലൻസ് ഇല്ലാതെ മറിഞ്ഞു പോകും. അപ്പം നമുക്ക് ആക്സിലേറ്റർ സ്വല്പം വേണം താനും. അപ്പോൾ നമുക്ക് ആക്സിലേറ്ററിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും നിങ്ങൾ ആക്സിലേറ്ററിനും കൊടുക്കാതെ ബ്രേക്കിലും കൈ ഇല്ലാതെ ഇങ്ങനെ എന്ത് ചെയ്യരുത്, നിൽക്കരുത്. കാരണം നമുക്ക് തുടക്കമൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ഒരു സൈഡിലൂടെ മറിഞ്ഞങ്ങ് പോകും. അപ്പം ആക്സിലേറ്റർ ചെറുതായിട്ട് വെച്ച് എന്ത് ചെയ്യുക, രണ്ട് പേപ്പറിന്റെ കനം കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഈ ഒരു രീതിയിൽ തന്നെ പോവുക. വണ്ടി നമുക്ക് നിർത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആക്സിലേറ്റർ ഇങ്ങനെ മാറ്റുക, ബ്രേക്ക് പിടിക്കുക. ഇത് കണ്ട
ഈ രീതി വേണം ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ തന്നെ. അപ്പോൾ അല്ലാതെ നിങ്ങളിങ്ങനെ ആക്സിലേറ്ററിലും കൊടുത്ത് ഇങ്ങനെ ബ്രേക്കിലും പിടിച്ചു, ചിലപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഈ കൈ ചിലപ്പോൾ അയഞ്ഞെന്ന് വരാം. അയഞ്ഞെന്ന് വരുമ്പോൾ എന്ത് ചെയ്യും, ഈ അത് ആക്സിലേറ്റർ ഇരിക്കുകയാണ് കൈ ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്കിങ്ങനെ പെട്ടെന്ന് സ്പീഡിൽ പോകുന്നതാണ് നമുക്ക് പേടി വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, വിറച്ച് കിടക്കാൻ എന്ത് ചെയ്യും, കാല് കുത്താതെ ബാലൻസ് കിട്ടാതെ മറിഞ്ഞു പോകും. അപ്പം നമുക്ക് ഈ വണ്ടിയുടെ ഇതൊക്കെ ആക്സിലേറ്ററിലോട്ട് കൈ വെക്കുമ്പോഴത്തേന് സൗണ്ട് കാരണം നമുക്ക് പേടി കാരണമാണ്, വീഴുമെന്നുള്ള പേടി കാരണം നമ്മൾ എടുക്കാത്തത്. അപ്പം അത്യാവശ്യത്തിന് മാത്രം ആക്സിലേറ്റർ, അതായത് 2 പേപ്പർ മാത്രം കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഈ ഒരു രീതിയിൽ എടുക്കുക, മുന്നോട്ട് ചെന്നു എന്ത് ചെയ്യുക, നിർത്തുക. അല്ലാതെ നിങ്ങൾ ആ ഗ്രൗണ്ടിലോട്ട് ചെന്നതിന് ശേഷം ഇങ്ങനെ നിർത്താതെ ഇങ്ങനെ എന്ത് ചെയ്യരുത്, റൗണ്ട് ഇങ്ങനെ ഫുള്ള് വെച്ചിട്ട് 10 മിനിറ്റോളം ഇങ്ങനെ വെറുതെ കറങ്ങിയിട്ട് കാര്യമില്ല. കാരണം നമുക്കൊരു വണ്ടി പഠിക്കണം എന്നുണ്ടെങ്കിൽ നിർത്തിയും എടുക്കുക, നിർത്തുക, എടുക്കുക, നിർത്തുക, എടുക്കുക, ഈ ഒരു കാര്യങ്ങൾ മാത്രം ചെയ്താൽ എന്ത് ചെയ്യും, നമുക്ക് എവിടെ ചെന്നാലും, നമുക്ക് ട്രാഫിക്കിനകത്ത് ചെന്നാലോ റോഡിന്റെ തിരക്കിനകത്ത് ആളിനെ കണ്ടാലോ എന്ത് ചെയ്യുക, നമുക്ക് നിർത്തണമെന്ന് ആവശ്യമുണ്ടാകും. നമ്മുടെ കൈ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് വരും, ബ്രേക്കിലേക്ക് വരും. അല്ലാതെ നിങ്ങൾ നിർത്താതെ നിങ്ങൾ വണ്ടി എടുക്കുന്നുണ്ടാണ് എന്ത് ചെയ്യുക, നിങ്ങൾ ആളിലോട്ട് ശ്രദ്ധിച്ചു പോകും. നമുക്ക് ബ്രേക്ക് വെച്ചാൽ പിടിച്ചാൽ നിൽക്കുമെന്നറിയാം, പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, പേടിച്ച് നമ്മൾ ബ്രേക്ക് കൊടുക്കാതെയൊക്കെ ചെന്ന് മറിഞ്ഞ് വീഴുകയൊക്കെ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ ഗ്രൗണ്ടുകൾ ചെയ്യുന്ന കാര്യം എന്ത് ചെയ്യും, നമ്മൾ റോഡുകൾ ചെയ്യും. അതിനുശേഷം അത്രയും ബാലൻസ് ആയതിനു ശേഷം എന്ത് ചെയ്യാവും, രാവിലെ, അതായത് നിങ്ങൾ ഒരു തിരക്കൊക്കെ പിടിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, വീതി കൂടിയ റോഡുകളിൽ നിങ്ങൾ നമ്മുടെ സൈഡ് ഏതാ, റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർത്ത് തന്നെ ഈ രീതിയിൽ തന്നെ കുറേ നിങ്ങൾ ഓടിക്കുക. അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, ഒരുമാതിരി ബാലൻസ് ആയി പേടി മാറി ഓപ്പോസിറ്റ് വണ്ടി വന്നാൽ നമ്മുടെ നോട്ടം റോഡിൽ തന്നെ നിൽക്കുന്നുണ്ട്, ജസ്റ്റ് നമുക്ക് ഓപ്പോസിറ്റ് വരുന്ന വണ്ടി നോക്കണം. അതിനുശേഷം നമ്മുടെ ഗ്യാപ്പ് മാത്രം നോക്കി പോകണം. ആ ഒരു രീതിയിലും വണ്ടി നിർത്താനും എടുക്കാനും നമുക്ക് ബാലൻസ് ആയി ആ ഒരു രീതിയിൽ നമുക്ക് വന്നതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, നമ്മുടെ തിരക്കുള്ള സമയത്ത് മെയിൻ റോഡുകളിലൊക്കെ ഇറങ്ങി ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാമെങ്കിൽ, അപ്പം നമ്മളിപ്പം ഒരു ദിവസം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്നൊന്നും വണ്ടി ഓടിക്കാൻ കിട്ടുകയില്ല. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യമേ എന്ത്, ഇത്രയും ബുദ്ധിമുട്ടായ കാരണം നമ്മൾ താഴോട്ട് പോകരുത്. കാരണം ഇത്രയും കാര്യങ്ങൾ പിന്നെയും നിങ്ങൾ 2ാമത്തെ ദിവസം ഈ കാര്യങ്ങൾ തന്നെ ചെയ്യുക. ചെയ്ത് വന്നു കഴിയുമ്പോൾ 3ാമത്തെ ദിവസം തൊട്ട് നമുക്കൊരു ഇമ്പ്രൂവ് തോന്നും. ഇപ്പം ചെയ്തതിനനുസരിച്ച് നമുക്കത് കിട്ടുന്നുണ്ട്, ബാലൻസ് ആയി വരുന്നുണ്ടെന്ന് തോന്നും. അങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ചെയ്ത് ഒരു 3-4-5 ദിവസം നമ്മൾ അടുപ്പിച്ച് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് തന്നെ തോന്നും ഇനിയിപ്പം നമുക്ക് ഇതുപോലൊക്കെ ചെയ്താൽ മതി, വീഴത്തില്ല എന്നൊക്കെ മനസ്സിലാവുകയും നിങ്ങൾ വണ്ടി ഓടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.